ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം സ്വർഗ്ഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിക്കുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിച്ചു, കർത്താവ് 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്ന കാര്യം, 1000 വിശുദ്ധന്മാരുമായി വരുന്നതിനെക്കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യനെന്ന് പറയുമ്പോൾ ഒന്നുമില്ല പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 140 കോടി ജനങ്ങൾ. ലോകത്ത് ഇപ്പോൾ പണ്ട് 600 കോടി എന്നാണ് പറഞ്ഞു, ഇപ്പോൾ ഒരു 800 കോടിയെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പം അത്രയും മനുഷ്യരാണുള്ളത്. അത്രയും മനുഷ്യരുള്ളപ്പം അതിനേക്കാൾ കൂടുതൽ ഗ്രഹങ്ങളുണ്ട്. നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം നമ്മുടെ ഈ ഗാലക്സി എന്ന് പറയുന്ന ഈ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാം കൂടെ കൂടുന്നത് അനേക കോടി ഗാലക്സികളിൽ ഒരു ഗാലക്സിയാണ്. ആ ഗാലക്സിയിലെ അനേക കോടി ഗ്രഹങ്ങളിലെ ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ മനസ്സിലാകുകയില്ല. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, വലിയ ടെലസ്കോപ്പ് അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങളിൽ ടെലസ്കോപ്പ് വെച്ചിട്ട് അത് കണക്ക് കൂട്ടി, പിന്നെ ഇപ്പം AI സംവിധാനം ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ആ സംവിധാനം വെച്ച് കണക്ക് കൂട്ടിയാണ് ഇതെല്ലാം അവർ കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം തമോഗർത്തമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ ബ്ലാക്ക് ഹോള്. അപ്പം ഒരു ഗ്രഹം അമേരിക്കയിൽ അവർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രഹം അടുത്തടുത്ത് ഇവിടോട്ട് വരുന്നതായിട്ട് തോന്നി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആ ഗ്രഹത്തെ ഇതെന്ത് ചെയ്തു, വിഴുങ്ങി. ആ നക്ഷത്രം ഇല്ലാണ്ടായി. അനേക നക്ഷത്രങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയാണ്. അവൻ്റെ ആ സൃഷ്ടിയുടെ മഹത്വത്തെക്കുറിച്ചൊന്ന് അറിയാനാണ്. അപ്പം ഒന്നും അല്ല. നമ്മുടെ ഭൂമിയുടെ ഗ്രഹമെന്ന് പറയുന്നത് പോലും ഈ പ്രപഞ്ചത്തെ വെച്ച് നോക്കിയാൽ ഒന്നുമല്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. പ്രപഞ്ചത്തെ വെച്ച് നോക്കിയാൽ ഒന്നുമല്ല. അപ്പോൾ സ്വർഗത്തിലെ ഇവിടെ ഒന്നുകൂടെ വായിച്ച്, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമൊന്ന് ശ്രദ്ധിക്കണം. വിശേഷ വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പം നല്ല വസ്ത്രം ധരിച്ചേ വരാവുള്ളൂ. ഒരാഴ്ച ഇട്ടുകൊണ്ട് ആരാധനയ്ക്ക് വരരുത്. അത് എല്ലാ വസ്ത്രങ്ങളും, അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണത്തിന് പോകണമെങ്കിൽ എത്ര ഇതായിട്ടാണ് പോകുന്നത്. അതേസമയം ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഇതില്ലാത്ത, ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ മധ്യത്തിലുള്ളത് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, എത്ര എടുത്താൽ വിശേഷ വസ്ത്രം. രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞിരിക്കുന്ന വിശേഷ വസ്ത്രം ചിത്രത്തൈലുള്ള എംബ്രോയിഡറി വർക്കെന്ന് എഴുതിയിരിക്കുന്നത് 45-ാം സങ്കീർത്തനത്തിലാണ്. ചിത്രത്തൈലെന്ന് പറഞ്ഞാൽ എംബ്രോയിഡറി ചെയ്ത ഡ്രസ്സാണ്. എന്ന് വെച്ചാൽ ഇനി നാളെ പാസ്റ്റർ പറഞ്ഞെന്നും പറഞ്ഞാൽ എല്ലാവരും കൂടെ ഭാഷനായിട്ട് ഇതല്ല. കാരണം വിശേഷ വസ്ത്രം എന്ന് വെച്ചാൽ രാജാവിനെ പിൻപറ്റുന്ന ആളുകൾ നല്ല വിശേഷ വസ്ത്രമെന്നാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. അതിനൊരു പ്രാധാന്യമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ ഗമ കാണിക്കണമെന്നല്ല, ഉള്ളത് നന്നായിട്ട് നമ്മളത് ചെയ്യും. വിശേഷ വസ്ത്രം ധരിച്ച് വായിച്ചോ. ഹല്ലേലൂയ. അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അത് നമ്മൾ 45-ാം സങ്കീർത്തനത്തിലെ കാര്യമാണ് വായിച്ചത്. അപ്പോൾ ആ അനുഭവം നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ മടങ്ങി വരാം. വെളിപ്പാടിലേക്ക് വരുമ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന സ്വർഗത്തിലെ സൈന്യങ്ങളെ കണ്ടു. സ്വർഗത്തിൽ ദൈവത്തിന് അനേകം പട്ടാളങ്ങളുണ്ട്.
സ്തോത്രം. ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. 34-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യവും 68-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പട്ടാളക്കാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സത്യം പറഞ്ഞാൽ ദൈവം നമ്മളെ എത്ര അപകടങ്ങളിൽ നിന്നാണ് വിടുവിച്ചേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ടാണ് അവൻ നമ്മളെ കാക്കുന്നത്, അവൻ നമ്മെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കൃഷിക്കാരും കൂലിപ്പണിക്കാരും റബ്ബർ വെട്ടുന്നവരും ഒക്കെയാണ് നമ്മൾ. രാത്രിയിൽ നമ്മൾ വെട്ടാൻ പോകുമ്പോൾ തന്നെ എത്ര പേരാ മൂർഖനും അല്ലെങ്കിൽ വളവടപ്പനും അതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയാനും അത് കാണാനും. പണ്ടാരോ പറഞ്ഞു, ഒട്ടുപാല് പറിക്കാൻ വേണ്ടി പട്ടയെ തൊട്ടപ്പോൾ ഒരു വളവളപ്പൻ അവിടെ ചുരുണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കാണുന്ന നമ്മൾ വിടുവിക്കുന്ന ആരാ? നമുക്ക് യാദൃശ്യമെന്ന് തോന്നും. നമുക്ക് യാദൃശ്യമെന്ന് തോന്നിയാലും ദൈവമാണ് നമ്മെ വിടുവിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ അറിയണം. നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ വലിയൊരു ദൂതസഞ്ചയമുണ്ട്. അപ്പോൾ അത് പാളയം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പാളയം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അനേക കൂട്ടമുണ്ട്. അപ്പോൾ ഒരു ഭക്തന് പോലും ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ട്. ആ കാവലിനെ കുറിച്ച് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, ദൈവം എത്ര നന്മകളാണ് നമുക്കിപ്പോൾ അറിയാം. നമ്മളൊക്കെ കൃഷിക്കാരൊക്കെയാണ്. ഈ ആദ്യത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ കൂണുണ്ടാകും. നല്ല രസമല്ലേ? പട്ടാളക്കാർ നോക്കി അതിപ്പോൾ കണി കാണാൻ പോലും ഇല്ല. കാരണം ഉണ്ടാകുന്നതിന് മുമ്പേ ആളുകൾ പറിക്കും. രസമായ കൂണൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ മൊട്ടുകൂണ് പറിക്കത്തില്ലായിരുന്നു. മൊട്ടുകൂണ് ഇതൊക്കെ അടുത്ത തമിഴ്നാടൊക്കെ അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊന്ന് അല്പം വിരിഞ്ഞിട്ടേ പറിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഇത് വിരിഞ്ഞില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതിനകത്തൊരരിയുണ്ട്. വെറുതെ ഉണ്ടാകുന്നതല്ല കൂണ്, അതിനകത്തൊരരിയുണ്ട്. അത് വീഴണം. ഇപ്പോൾ എന്തിയാ കൂണില്ലാത്തത്? എല്ലാം മൊട്ടിന് മുമ്പേ പറിച്ചു. പിന്നെ എവിടുന്ന് ഉണ്ടാകണം? പിന്നെ കർത്താവ് പുതിയത് സൃഷ്ടിക്കണോ? കർത്താവ് പുതിയതൊരെണ്ണം സൃഷ്ടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതൽ, നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം കരുതുന്നത് മനസ്സിലാക്കണം. അവൻ്റെ സൈന്യം, അവൻ്റെ പാളയം. 68-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു, വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ എന്ന് വെച്ചാൽ ദൈവദൂതന്മാരെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുപോലെ ദൈവദൂതന്മാർ, കർത്താവിന് അനേക ദൂതന്മാരുണ്ട്. നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചായിരുന്നു 2 രാജാക്കന്മാർ 6:17. ഏലീശയുടെ ദാസൻ പറഞ്ഞു, സൈന്യം നമ്മുടെ ഇതേ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു, നിൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന്. അവൻ നോക്കിയപ്പോൾ ചുറ്റും ആ പർവ്വതം മുഴുവൻ അഗ്നി അശ്വതങ്ങളും അഗ്നിരഥങ്ങളുമായി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ദൈവത്തിന് ദൂതന്മാരുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. വെറുതെ പറഞ്ഞു പോയാൽ അങ്ങ് പറഞ്ഞു പോകാം. അനേക ദൂതന്മാരുണ്ട്. നമുക്കെല്ലാം ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തുവിനെ പിടിക്കുന്ന രാത്രിയിൽ പത്രോസ് വാളെടുത്ത് വെട്ടി. മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ചെവി എന്ത് ചെയ്തു? അറുത്ത് കളഞ്ഞു. അപ്പോൾ പത്രോസിൻ്റെ കാര്യം പത്രോസിൻ്റെ വാളുകൊണ്ട് ജയിക്കാമെന്നാണ്. പ്രിയമുള്ളവർ, നമ്മൾ ആരാണേലും ചെയ്യും. പത്രോസിൻ്റെ വാളുകൊണ്ട് ജയിക്കുമെന്നാണ് പത്രോസ് ഓർത്തത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 53-ാമത്തെ വാക്യത്തിൽ പത്രോസ് എന്നോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോണിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? പ്രൈസ് ദി ലോർഡ്. നോക്കി, കർത്താവ് പറഞ്ഞ കാര്യം കേട്ടോ. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവിനോട് ഇപ്പം തന്നെ ഒന്ന് അപേക്ഷിച്ചാൽ അനേക ദൂതന്മാരെ എൻ്റെ ചുറ്റുമായി നിർത്താൻ കഴിയും. പക്ഷേ ഇത്
കർത്താവ് ഭൂമിയിലേക്ക് വന്ന് മരിക്കണമെന്നും അവന് ഒരു സഭയുണ്ടാകണമെന്നും അത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. പഴയ തലമുറകൾക്കത് വെളിപ്പെട്ടില്ല. അനാദികാലത്തെ ഒരു മർമ്മമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഇരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയായി ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു മർമ്മം ദൈവത്തിനുണ്ടായിരുന്നു. അത് പഴയ നിയമ ആളുകൾക്ക് പോലും അത് എന്ത് ചെയ്തില്ല, വെളിപ്പെട്ടില്ല. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുക ഇല്ല. അതൊരു മർമ്മമാണ്. പക്ഷെ പഴയ വിശുദ്ധന്മാർക്ക് അത് മനസ്സിലായില്ലായിരുന്നു. മനസ്സിലായില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പഴയ വിശുദ്ധന്മാർക്കത് മനസ്സിലായില്ല. എന്നാൽ സ്തോത്രം, ഇതിപ്പോൾ ഒരു മർമ്മത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ അതിനെ ഒന്ന് അതിജീവിക്കണമെങ്കിലുണ്ടല്ലോ അതിൻ്റേതായ വില കൊടുക്കണം. ഒരിക്കലും പിശാചിന് ഇഷ്ടമല്ല നമ്മൾ ദൈവസഭയെ നിൽക്കുന്നത്. ദൈവസഭയുടെ അംഗമാകണമെന്ന് പിശാച് ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും ആളുകളെ തുരത്തി ഓടിക്കണമെന്നാണ് പിശാചിൻ്റെ ചിന്ത. ഉള്ളിടത്തും മത്സരവും ഒക്കെ ഉണ്ടാക്കണമെന്നാണ് പിശാചിൻ്റെ ഇഷ്ടം. കാരണം ദൈവത്തിൻ്റെ സഭയുടെ അംഗം അവൻ എന്ത് ചെയ്യരുത്, ആകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയുടെ അംഗമാകാതിരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് എന്തൊരു പിശാചിൻ്റെ വ്യാപാരമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ഡോക്ടർ തന്നെത്താൻ അനസ്തേഷ്യ മരുന്ന് ഡോസ് കൂട്ടി കൈ കുത്തിവെച്ച് ചത്തു. അവൾ വേദന അറിഞ്ഞേ ഇല്ല. അനസ്തേഷ്യയുടെ മരുന്ന് കുത്തിയാൽ അപ്പം തന്നെ അങ്ങ് ഉറങ്ങുക. അവൾക്കറിയായിരുന്നു, അവൾ താമസിച്ചിരിക്കുന്ന റൂമിൽ തുറക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചവിട്ടി തുറന്നപ്പോൾ മരിച്ച് കിടക്കുക. അപ്പോൾ അനസ്തേഷ്യ മരുന്ന് കൈ കുത്തുക. 34 വയസ്സങ്ങാണ്ടുള്ളൊരു പെണ്ണാണ്. അപ്പോൾ അവിടെ പിശാച് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിൻ്റെ ജീവിതം നീ നശിപ്പിക്കുക എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ അനസ്തേഷ്യ മരുന്ന് മേടിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ പിശാച് അവളെ ഉദ്യമിപ്പിക്കുക, നീ മേടിക്കുക. അപ്പോൾ ഈ ഒരു ഉദ്യമം, ഈ ഒരു വ്യാപാരം ലോകത്തിലുണ്ട്. അത് പൈശാചികമാണ്. ആത്മഹത്യയുടെ ടെൻഡൻസി എന്ന് പറയുന്നത് പൈശാചികമാണ്. കാരണം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യത വിടരുത്. അപ്പോൾ അങ്ങനെ ഒരു പ്രേരണ ശക്തിയുണ്ട്. ലോകത്തിൽ എന്ത് വന്നാലും നമ്മൾ നേരിടണം. വരുന്ന എന്നാന്ന് വെച്ചാൽ കാണാം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വ്യാപാരം ഉണ്ട്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്തോത്രം, ഞാൻ പറഞ്ഞത് യേശു കർത്താവിനെ ചുറ്റിപ്പറ്റിയാണേലും കർത്താവിന് അനേക ദൂതന്മാരെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ കർത്താവ് വന്ന് ഇങ്ങനെ മരിക്കണമെന്നും തനിക്കായ ഒരു കാന്തയെ ഉരുവാക്കണമെന്നും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായത്. ഹല്ലേലൂയ. കർത്താവിനെ എത്ര ദിവസമാണ് തടഞ്ഞു വെക്കാൻ കഴിയുന്നത്? കർത്താവ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽപ്പാനിടയായി. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കരേറി പോകാനിടയായി. പിതാവിൻ്റെ സന്നിധിയിൽ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയൊക്കെ. ഹല്ലേലൂയ. അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെ വാക്കുകളും ചിന്തയും നിരൂപണവും സംസാരവും പ്രവൃത്തിയും ഒക്കെ തെറ്റുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം സ്വർഗീയ പിതാവിനോട് നമ്മുടെ കർത്താവ് പക്ഷപാതം ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പക്ഷപാതം ചെയ്യുക. അവിടെയെല്ലാം കർത്താവ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമ്മളോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ആട്ടിടയര് എൻ്റെ ഹൃദയത്തിൽ നാളെ പ്രസംഗിക്കാൻ പ്രകാശിച്ചത് അതാണ്. 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം എന്ന് വെച്ചാൽ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷമായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞ ദൂതനോട് ചേർന്ന അനേക സൈന്യം. അപ്പോൾ നമ്മൾ വേണ്ടത്, ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിനോടൊപ്പം അനേക ദൂതന്മാർ, ആ സൈന്യം വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ.
അതിനെക്കുറിച്ച് നാളെ ചിന്തിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സ്തോത്രം. പൗലോസ് ശ്ലീഹ പറയുക, സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. സ്തോത്രം. സ്വർഗത്തിലെ വാഴ്ചകൾ, അധികാരങ്ങൾ. സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ധകാരത്തിൻ്റെ വ്യാപാരത്തെക്കുറിച്ചും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്നതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരങ്ങനെ കാണിക്കുന്നത്. എന്നാൽ ഇച്ചിരൂടെ പ്രായമായിട്ട് അവർ കാണിക്കുകയാണെങ്കിൽ അവരുടെ അനുസരണക്കേടിൻ്റെ ആത്മാവാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യാപരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു ആത്മാവുണ്ട്. ഏതാ? അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന. ഹല്ലേലൂയ. നമ്മൾ പിടിക്കുന്നതെല്ലാം ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ തെറ്റായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റെന്ന് വെച്ചാൽ പാപം ചെയ്യുകയല്ല, നമ്മൾ പോകുന്ന റൂട്ട് ശരിയല്ല. അത് നമ്മൾ റൂട്ട് ശരിയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് മടങ്ങി വരണം, ഇല്ലേ നിത്യനാശത്തിലേക്ക് അങ്ങ് പോകും. റൂട്ട് ശരിയല്ലെങ്കിൽ മടങ്ങി വരണം. അതെങ്ങനെയാണ് റൂട്ട് ശരിയല്ലെന്ന് അറിയുന്നത്? നമ്മളിങ്ങനെ ദൈവവചനം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് എന്ത് ചെയ്യും? സംസാരിക്കും. പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് സംസാരിക്കാൻ നമ്മളൊന്ന് ഇടം കൊടുക്കണ്ടേ? ഹല്ലേലൂയ. ദൈവമക്കൾ ആരും ഉറങ്ങരുത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ളൊരു ഇടം നമ്മൾ കൊടുക്കണം. നമ്മൾ സംസാരിക്കണം, ദൈവത്തോട് സംസാരിക്കും. കർത്താവേ, ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം ശരിയാണോ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഹല്ലേലൂയ. ചിലപ്പോൾ അറിയായ്മയോ അബദ്ധമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റും. പിശാച് നമ്മളെ കൊണ്ട് ഉന്തി തള്ളി ചാടിക്കും ചിലപ്പം. പക്ഷേ അതിൽ നിന്ന് അതിൽ തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നൊരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയും പാപം എന്ത് ചെയ്യരുത്. അതുവരെ മോശമായിരുന്നു, കൊള്ളരുതാത്തവളായിരുന്നു, പാപിനിയായിരുന്നു, ഇനിയും പാപം ചെയ്യരുത്. അപ്പം അങ്ങനെ ഒരു തീരുമാനം. ഹല്ലേലൂയ. സെൻ്റ് അഗസ്റ്റിൻ്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ലോകത്തെ ഒരു ദുർമാർഗിയായി ലോകപ്രകാരം ജീവിച്ച് പാപത്തിൻ്റെ അധീനതയിലായി നടന്നവനാണ്. അവൻ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടതിന് ശേഷം അവൻ്റെ കൂട്ടുകാരികൾ അവൻ അതുവഴി പോകുമ്പോൾ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അന്വേഷിക്കുന്ന അഗസ്റ്റീൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. നീ അന്വേഷിക്കുന്ന അഗസ്റ്റീൻ മരിച്ചുപോയി. ഇപ്പം ഇതൊരു പുതിയ അഗസ്റ്റീനാണ്. ഹല്ലേലൂയ. പുതിയ അഗസ്റ്റീനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ അമേരിക്കയിൽ ചെന്നപ്പോൾ ആ പുള്ളിക്ക് വീട്ടിനകത്തൊരു ബാറുണ്ട്. ഇവിടെ അടുക്കൽ എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിനകത്ത് ബാറുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ എന്നാലും ഞാനൊന്ന് ചെന്നായിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് പിള്ളേർ പറഞ്ഞു, പപ്പയെ ഫോട്ടോ ഒന്നും എടുക്കരുത്, ആരെങ്കിലും എടുത്ത്. അപ്പോൾ ഇഷ്ടം പോലെ സാധനമുണ്ട്. എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, 7 കടലിനക്കരയാണ്, ഏതെല്ലാം വെറൈറ്റി. ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതെല്ലാം വെറൈറ്റി ഉണ്ടോ അതുണ്ട്. നിനക്ക് ആരോടും പറയത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ആരോടും പറയത്തില്ല. അകത്തല്ലേ ഊണുമേശയുടെ ഇപ്പുറത്തെ ഷോക്കേസിനകത്ത് മുഴുവൻ കുപ്പികളാണ്, വില കൂടിയത് മേടിച്ചു വെച്ചേക്കുവാണ്. അപ്പം നമ്മളിൽ അങ്ങനെ ഒരു മനുഷ്യൻ്റെ വാസനയുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ മറ്റ് സഹോദരന്മാർക്ക് രക്ഷിക്കപ്പെടാത്ത സഹോദരന്മാർക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? ഈ കള്ളുകുടിയന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് എത്ര കാശ് ചിലവായെന്ന് പറഞ്ഞാലും കൂട്ടിനൊരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിടുവിൽ പ്രാപിച്ചവരാണ്. നമ്മളെ പ്രലോഭിപ്പിച്ചാൽ നമ്മൾ ആ പ്രലോഭനത്തിൽ എന്ത് ചെയ്യത്തില്ല? വീഴത്തില്ല. സ്തോത്രം. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്ന്, എൻ്റെ ഒരു പെങ്ങളുടെ വീട് രക്ഷിക്കപ്പെടാത്തവരുടെയാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് കൊണ്ടൊരു സ്ക്വാഷ് പോലെ ഉണ്ടാക്കി. ബീറ്റ്റൂട്ട് കൊണ്ട് അത് ഗ്ലാസ്സിനകത്തിരുന്ന് കണ്ട വലിയ വൈനാണെന്ന് തോന്നും. അപ്പോൾ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്നാ? എന്നോട് പറഞ്ഞു, ഇത് ബീറ്റ്റൂട്ടിൻ്റെ ഒരു അടിച്ചെടുത്ത് പ്രത്യേകം ഉണ്ടാക്കിയ ഒരു സിറപ്പാണ്. അപ്പം ഞാൻ ചോദിച്ചു, കള്ളാണോ? അല്ല. അപ്പം നമുക്കതവർ തരത്തില്ല.
അപ്പം നമുക്കിത് കാണുമ്പോൾ, ഇതിൻ്റെ നിറം കാണുമ്പോഴേ ഉള്ളിലൊരു പേടിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അതിനെ അതിജീവിച്ചവരാണ്. അപ്പം നമുക്ക് എവിടുന്നെല്ലാം ഒരു മടങ്ങിവരോ ആവശ്യമുണ്ടോ അവിടെ ഒരു മടങ്ങിവരോ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ശിക്ഷയുണ്ട്. ഏത് കാര്യമാണേലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവസഭയുടെ അംഗങ്ങളാകുന്നവരാണ്. ദൈവസഭയുടെ അംഗങ്ങളാകുമ്പോൾ നമ്മളെ അത് നിർത്താതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ വ്യാപാര ശക്തി, അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ വ്യാപാര ശക്തി നമ്മളോട് എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇരുമ്പ് കാന്തവുമായി ആകർഷിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ഒരു ആകർഷണമുണ്ട്. അതിനെ നാം അതിജീവിക്കണം. അതിനെ അതിജീവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. വെളിപ്പാട് 19:15 വന്നാട്ട്. വെളിപ്പാട് 19:15. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. നമ്മുടെ കർത്താവ് മനുഷ്യനായി വന്നപ്പോൾ, ഹല്ലേലൂയ, അവൻ എങ്ങനായിരുന്നു? സ്തോത്രം. അവൻ്റെ ഒരായുധവും ഇല്ലായിരുന്നു. കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ, സ്തോത്രം, അവൻ്റെ ഒരായുധവും ഇല്ല. അവനുണ്ടായപ്പോൾ മുതലേ ഓടുമായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. ഉണ്ടായപ്പോൾ മുതലേ ഓടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ നിരായുധനല്ല. ജാതികളെ വെട്ടുവാൻ അവൻ്റെ കയ്യിൽ എന്തുണ്ട്? വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ജാതികളെ വെട്ടാൻ മൂർച്ചയുള്ള വാള് അവൻ്റെ വെട്ടുവാൻ പുറപ്പെടുന്നു. എങ്ങനെ അവൻ വെട്ടുന്നത്? അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവന് സങ്കീർത്തനത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും. നഗരം പിടിക്കപ്പെടുകയും. നോക്കിക്കേ, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. യെരൂശലേം ഇപ്പൊ ജയിച്ച് നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞാലും വാക്യം മറന്നു പോകരുത്. നമ്മൾ ഈ വാക്യങ്ങൾ ചിലപ്പോൾ പ്രധാനപ്പെട്ട വാക്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ ഇസ്രായേലൊക്കെ ജയിച്ച് നിൽക്കുക. പക്ഷേ 14:2 വരുമ്പോൾ ഞാൻ സകല ജാതികളെയും, അപ്പം അതിനകത്ത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ പെടും, സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. സ്തോത്രം. ഇങ്ങനെ വരുമ്പോഴാണ് 12-ാമത്തെ വാക്യം, സക്കറിയാവ് 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല അതൊന്ന് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ വന്ന സകല ജാതികളോടും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. കാരണം നമ്മൾ മുമ്പേ വായിച്ചു, അവൻ ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ വാളുണ്ടെന്ന്. വാളെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധത്തിൽ കൊല്ലന്മാരടിച്ചുണ്ടാക്കുന്ന വാളാണെന്ന് ചിന്തിക്കരുത്. അവനൊന്ന് കൽപ്പിച്ചാൽ മതി. നിങ്ങൾക്കറിയാമോ, ഇടിമിന്നൽ പോകുന്ന ഇടിമിന്നലിൻ്റെ പടമൊക്കെ ഇടയ്ക്ക് വരും, നമ്മൾ കാണുന്നതല്ല. ഈ ഒരു ഇടിമിന്നൽ പോകുന്ന ശാഖകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മരത്തിൻ്റെ വേര് പോലാണ് പോകുന്നത്. അത് ഇതിൽ കിലോമീറ്റർ കണക്കിന് ഇടിമിന്നലുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇടിമിന്നലിന് പാത ഒരുക്കി കൊടുത്തവൻ ആരാന്ന്. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവം സൂക്ഷിച്ചാൽ അല്ലാതെ ഒന്നും രക്ഷിക്കപ്പെടത്തില്ല. കാരണം അവൻ പോകുന്ന ആ പാത ഒരുക്കി കൊടുക്കുന്നത് ദൈവമാണ്. അതിൽ ഇന്ന പാതയിൽ കൂടെ പോകണമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി എന്ന് പറയുമ്പോൾ, വാളെന്ന് പറയുമ്പോൾ കൈ വാൾ കൊണ്ട് വെട്ടുമെന്നുള്ളതല്ല. അവൻ്റെ പ്രവൃത്തി അവനൊന്ന് കൽപ്പിച്ചാൽ മതി. അവൻ യുദ്ധം ചെയ്യണ്ട. ഇപ്പം എന്താ ചെയ്യുന്നത്? വായിച്ചേ 14:12. ഇതൊന്നും മറന്നു പോകരുത്. യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതിനു മുമ്പ് അവർ തോക്കും. അവരുടെ സ്ത്രീകളെ വഷളാക്കുകയും പിടിച്ചോണ്ട് പോവുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവര് നിവർന്ന് നിൽക്കുമ്പോൾ, യുദ്ധത്തിന് എന്ന് ടാങ്കും വണ്ടിയൊക്കെ എടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മാംസം എന്ത് ചെയ്യും? ചീഞ്ഞഴുകി പോകും. ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇത് മറ്റുള്ള ആളുകളെ അണുബോംബും ആറ്റം ബോംബും ഒക്കെ ഇടുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന, കർത്താവ് അങ്ങ് കൽപ്പിച്ച ഒരാറ്റം ബോംബും വേണ്ട, ഒരണുബോംബും വേണ്ട, ഒന്നും വേണ്ട. കർത്താവ് കൽപ്പിക്കുമ്പോൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന യുദ്ധം വേറെ പല ഭാഗത്തുമുണ്ട്. പല കാര്യങ്ങൾ പ്രവചനം ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഉണ്ട്.
പക്ഷെ ഇവിടെ കർത്താവ് പറയും, എൻ്റെ വചനം പറയുകയാണ്, അതൊന്ന് സ്പഷ്ടമായിട്ട് വായിച്ചേ. അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അവര് നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. അവരുടെ യുദ്ധം ചെയ്യാൻ വരുന്നവൻ്റെ ഒക്കെ ഇത് പിന്നെ എന്താ യുദ്ധം ചെയ്യേണ്ടത്? നമുക്കറിയാം, ഒരിക്കൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അരാം പാളയത്തിലാന്ന് തോന്നുന്നു, ഒരു ദൂതൻ ഇറങ്ങിയതേ ഉള്ളൂ. 1,83,000 പേരാണ് ഒറ്റയടിക്ക് മരിച്ചത്. ഒരു ദൂതൻ ഇറങ്ങി അവനൊന്ന് കൈ കുലുക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ സ്തോത്രം, ശ്രദ്ധിക്കണേ, അവർ നിൽക്കുമ്പോൾ തന്നെ അവരുടെ നാവ് കടന്നു പോകും, അവരുടെ ശരീരം പഴുത്തെളിഞ്ഞു പോകും. അത് ബോംബ് വീഴുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ബോംബ് വീഴണ്ട, കർത്താവ് എന്ത് ചെയ്താൽ മതി? കൽപ്പിച്ചാൽ മതി. കർത്താവ് ഒന്ന് കൽപ്പിച്ചാൽ നമ്മുടെ ഈ ഘടനകളെല്ലാം മാറിപ്പോവുകയല്ലേ. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഘടനകളെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഭൂമിയിലുള്ള മണ്ണിനകത്തുള്ളത് തന്നെയാണ് നമ്മുടെ ഇതിലും ഉള്ളത്. ഇതിൻ്റെ റേഷ്യോ ഒന്ന് മാറ്റിയാൽ പോരെ? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, നമുക്കിപ്പോൾ ഈ രോഗവും ദുഃഖവും എന്നെല്ലാം പറയുന്നതെന്നു ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതായ കണ്ടൻറ്റുകൾ കുറവാണ്. കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക, അതിനകത്തുള്ള രീതി ചെയ്തില്ലെങ്കിൽ, വേണ്ടുന്ന ഇതില്ലെങ്കിൽ ഇത് സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന രോഗമാകും. നിങ്ങൾക്കറിയാമോ, ചില ആളുകൾക്ക് ഒരു രോഗവും ഇല്ലാത്ത ആളുകളുണ്ട്. പ്രായമായിട്ടും പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഇല്ലാത്ത ആളുകളുണ്ട്. ഒന്നുമില്ലാത്തവരുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇതിൻ്റെ ഘടനയൊന്ന് മാറിയാലുണ്ടല്ലോ എല്ലാം തീരും. അവർ നിൽക്കുമ്പോൾ തന്നെ വായിച്ചോളെ, അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവരെല്ലാം പേടിച്ചു പോകും. ദൈവത്തെയുള്ള ഭയം, അവന്റെ വാള് വായിച്ചു. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും, ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. യഹൂദയും യെരൂശലേമിലും വെച്ച് യുദ്ധം ചെയ്യും. അടുത്തത് വേറൊരു മർമ്മവും പ്രവചനമാണ്. ഇവര് യെരൂശലേമിനെതിരെ വരുമ്പോൾ ഇവർ അന്യോന്യം കൊല്ലുമെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാകത്തില്ല. കാരണം അവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ തോന്നത്തുള്ളൂ. ഇവൻ ശത്രുവാന്ന് മറ്റവനെ തോന്നിപ്പിക്കുക ദൈവം. വിഭ്രമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മുടെ ശരീരത്തിലെ ചില ഘടകങ്ങൾ മാറിപ്പോയാൽ നമ്മൾ പിച്ചും ഭ്രാന്തും പറയും. ഷുഗർ കുറയുക, അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഘടകം മാറും. അങ്ങനെയെങ്കിൽ ഇവരുടെ രീതിയിൽ വരുമ്പോൾ അന്യോന്യം അവർ കൊല്ലും, അന്യോന്യം അവർ നശിക്കും. അന്നേരമാണ് താഴോട്ട് വായിക്കുമ്പോൾ അവർ കുത്തിവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. കർത്താവ് അക്ഷരാർത്ഥത്തിൽ വരുവാനിടയാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. വളരെ ശ്രദ്ധിച്ച്, നമ്മുടെ കർത്താവ് ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായപാലനം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും, വിശ്വസ്തത അവന്റെ അരക്കച്ചയും. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമായത് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വെളിപ്പാട് 2:27 വെളിപ്പാട് 12:5 കൂടെ വായിച്ചേ. അതിലൂടെ വായിച്ച അവസാനം വെളിപ്പാട് 2:27. ഞാൻ ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. കണ്ടോ, ആ ഇരുമ്പുകോൽ എന്ന് പറയുന്ന കർത്താവിനെ കുറിച്ച് അനേകം എടുത്ത് പറഞ്ഞിരിക്കുക. 12:5 അവൻ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കേട്ടോ, കർത്താവിനെ കുറിച്ച് പറയുന്ന വചനമാണ്. സ്തോത്രം. സങ്കീർത്തനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും പ്രവാചകൻ സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ പ്രതികാരമില്ലായിരുന്നു കേട്ടോ. കർത്താവ് എന്നാ പറയുന്നേ? ഇവരോട് ക്ഷമിക്കണമേ എന്നാ പറഞ്ഞത്. പ്രതികാരമില്ലായിരുന്നു. ഇനിയും വരുമ്പോൾ അവൻ പ്രതികാരം ചെയ്യും. ക്രൂശിൽ പ്രതികാരമില്ലായിരുന്നു. കർത്താവെ, ഗെത്സമനെ വെച്ച് തന്നെ കർത്താവ് പ്രാർത്ഥിക്കുന്ന എന്താ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം.
ക്രൂശിന്മേൽ ഇവനെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് പിതാവിനോട് പറയുക, കർത്താവ് ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ കർത്താവ് അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ ഇനി അവൻ രാജാവും കർത്താവുമായി മടങ്ങി വരും. അവനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം.